ടു ദ വ്ളോഗ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ലോ ആയിട്ട് ഫീൽ ചെയ്യാറില്ലേ? ഒന്നും ചെയ്യാനായിട്ടൊരു എനർജി ഇല്ല. ഈവൻ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളടക്കം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇങ്ങനത്തെ ടൈമിൽ മേ ബി ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമൊക്കെ എൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് മേക്ക് മീ വേഴ്സ്. ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദ തിങ്സ് ദാറ്റ് ഐ ഡു ടു മേക്ക് മൈ സെൽഫ് ഹാപ്പി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കിങ്ങിന് തുടങ്ങാം. നമുക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ ക്രേവിംഗ് ഉള്ളൊരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് എനർജി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇതും പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാവുന്ന നല്ല പണി കിട്ടും കേട്ടോ. അപ്പോൾ എഫേർട്ട്ലെസ്ലി അപ്പോൾ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കിയത് ഒരു സിമ്പിൾ എയർ ഫ്രയർ പാസ്ത ആയിരുന്നു കേട്ടോ. സംഭവം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരൊറ്റ പാത്രത്തിൽ വെച്ചിട്ട് എയർ ഫ്രയറിൽ വെക്കുക. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഫ്രഷ് ക്രീം, പാല്, പാസ്ത, സ്പൈസസ്, പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ബീഫും, അതുപോലെ തന്നെ ഇത് ഓപ്ഷനല്ല കേട്ടോ. നമ്മുടെ സവാള അതുപോലെ ക്യാപ്സിക്കും ഇത് ഓപ്ഷനലാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഇട്ട് ജസ്റ്റ് 30 മിനിറ്റ് വെക്കുക, ഇടക്കിട്ട് ഇളക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഭയങ്കര എഫേർട്ട്ലെസ്സും ആയിരുന്നു, അതുപോലെ അധികം പാത്രങ്ങളും ഉണ്ടായിരുന്നില്ല കഴുകാൻ. പിന്നെ ഈ ബീഫും ഓപ്ഷണലാട്ടോ. ഇതിൽ മുന്നത്തെ ഇരിക്കുന്നുണ്ടായിരുന്നോണ്ട് ഞാനത് കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ വീഡിയോയിൽ ആളിത് അലൂമിനിയം ഫോയിലൊക്കെ വെച്ച് കവർ ചെയ്തിട്ടാട്ടോ വെക്കുന്നത്. ബട്ട് എൻ്റെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് ഇത് ശരിക്കും അടിപൊളിയായിട്ടോ. ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്യുന്നത് ആൻഡ് ദിസ് വാസ് സോ ഗുഡ്. നമുക്കിനി കിച്ചൺ ക്ലോസ് ചെയ്യാം. എൻ്റെ കിച്ചൺ ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഞാൻ ഈ മിനിമൽ സ്പേസിലൊന്ന് എസ്തെറ്റിക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. സോ നെക്സ്റ്റ് വരുന്നത് ക്രാഫ്റ്റിംഗ് ആണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആവണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹാപ്പിനെസ്സും തരുള്ളൂ. കുക്കിംഗ് പോലെ തന്നെ ഇതും ഞാനൊരു സിമ്പിളായിട്ടുള്ള പേപ്പർ ക്രാഫ്റ്റ് ആട്ടോ ചെയ്യുന്നത്. കാരണം ഞാൻ ഇതൊക്കെ ചെയ്യാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നപ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ടൈമില്ല. അപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്നാമത് ഈ പേപ്പർ ക്രാഫ്റ്റ് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇനി ഞാൻ നല്ല എസ്തെറ്റിക് ആയിട്ടുള്ളതൊക്കെ കണ്ടുപിടിച്ച് ചെയ്തു വരുമ്പോഴത്തേനും നാളെ നേരം വെളുക്കും. അതുകൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്മോൾ ലെറ്റർ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ലൈക്ക് ലെറ്റർ ടു മൈ സെൽഫ് എന്നുള്ള രീതിക്ക്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇൻസ്പോ എടുത്തേക്കുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അവർ കാണിച്ചതിൽ ഇതിലെ എല്ലാ അറ്റാച്ച്മെൻറ്റ്സും അവർ പേപ്പറിൽ വരച്ചെടുത്തേക്കുന്നതാണ്. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ലൈക്ക് എ ലെറ്റർ ടു മൈ സെൽഫ് ആയിരുന്നു എഴുതേണ്ടത്. അതിനും എനിക്ക് മടിയായപ്പോൾ സംതിങ് ലൈക്ക് ഒരു കാർഡ് വെച്ച് ഞാൻ ഒട്ടിക്കുക ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഒന്ന് ക്യൂട്ടാക്കാനൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാലും ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഹിയർ കംസ് ദ നെക്സ്റ്റ് തിങ്, സ്കിൻ കെയർ. ഞാൻ മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ സ്കിൻ കെയർ കൊണ്ട് സ്കിന്നിന് എനിക്കധികം മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇതിന് മുന്നേറ്റ് എപ്പോഴും ഞാനിങ്ങനെ ഈ ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ച് വെക്കാറുണ്ട്, ചുമ്മാ ജസ്റ്റ് ഒരു എസ്തെറ്റിക് വൈബ്സിന്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർംഡോക്കിൻ്റെ നൈറ്റ് ക്രീമും അതുപോലെ തന്നെ ഈ ആസിനമൈഡ് സീറമാണ്. ഭയങ്കര റിവ്യൂസ് കണ്ടിട്ടൊക്കെ ഞാൻ വാങ്ങിയതാണ്. ബട്ട് എനിക്കത് ഒട്ടും എഫക്റ്റീവ് അല്ല. കണ്ടിന്യൂസ്ലി ഇതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഏതെങ്കിലും ഒരു ഫിലിം ബിഞ്ച് വാച്ച് ചെയ്യാമെന്ന്. ഞാൻ K-pop Demon Hunters ഒന്നും കൂടെ ആയിരുന്നു കണ്ടു. ആൻഡ് ലാസ്റ്റായിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് കൂടെ ചെയ്തു. സംഭവം ഒന്നുമില്ല. ഈ ബുക്കിനെ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മോർണിംഗും നൈറ്റും. ഇതിൽ നമുക്ക് നമ്മുടെ ലൈഫിലെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ആ ദിവസം നടന്നേക്കുന്ന പോസിറ്റീവായിട്ടുള്ള 2-3 കാര്യങ്ങളും എഴുതി വെക്കാം. ആൻഡ് ഫൈനലി നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇതിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ബൈ.